ഹലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം ഗ്രാൻഡ് പാലസ് കാണാൻ പോവുകയാണ് രാവിലെ തന്നെ. ഇനി ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് പറയാം. ഇപ്പോൾ ഈ ഗ്രാൻഡ് പാലസിൻ്റെ കേസ് പറയുവാണെങ്കിൽ നമ്മൾ ക്ലൂക്കിൽ എൻട്രി ടിക്കറ്റ് എടുത്തിട്ടാണ് അങ്ങോട്ട് പോയത്. പിന്നെ വേറൊരു പണി ഞങ്ങൾക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഷോൾഡേഴ്സൊക്കെ കാണിക്കുന്ന സ്ലീവ്ലെസ് പോലത്തെ ഡ്രസ്സായിട്ടിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു റൂൾ അനുസരിച്ചിട്ട് ഗ്രാൻഡ് പാലസ് പിന്നെ അമ്പലങ്ങൾ അവിടെയൊക്കെ കയറുമ്പോൾ നമ്മൾ ഷോൾഡേഴ്സ് കവർ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ കയറാൻ എൻട്രിയുടെ അവിടെ നിൽക്കുമ്പോൾ അവർ നമ്മളെ ബ്ലോക്ക് ചെയ്തിട്ട് പറയും ഇത് എന്തെങ്കിലും രീതിയിൽ ഷോൾഡേഴ്സ് കവർ ചെയ്യണം എന്നുള്ള പറയും. പിന്നെ വേറൊരിത് ഷോർട്ട്സ് ആയാലും ഇഷ്യൂ ആണ്. അതായത് മുട്ടിന് താഴെ ഇരിക്കണം ഡ്രസ്സ് ലേഡീസിന്. അത് ആണുങ്ങൾക്കായാലും പാൻറ്റ് വെയർ ചെയ്യണം എന്നാണ്. അപ്പോൾ അതിനിപ്പോൾ നമ്മൾ ജാക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി അവിടെ കുറേ പെണ്ണുങ്ങളിങ്ങനെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കും, ഇതൊരു മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടിട്ട്. അപ്പോൾ ഈ ഒരു നോർമൽ സൈസ് ഒരു ജാക്കറ്റ് വലിയ വിലയൊന്നുമില്ലാന്ന് കണ്ടറിയാം. അതിന് നമ്മൾ 300 ബാത്താണ് കൊടുത്തത്. 300 ബാത്ത് എന്ന് പറഞ്ഞാൽ 1000-ന് മുകളിലും കണ്ടായി നമ്മുടെ കറൻസിയിൽ. ആകെ ശരിക്കും സങ്കടം തോന്നി നമുക്ക്. അതൊരു വലിയൊരു പണി കിട്ടി. പിന്നെ വേറൊരു കേസ് പറയുവാണെങ്കിൽ, നമ്മൾ ഗ്രാൻഡ് പാലസിൽ പോവുകയാണെങ്കിൽ എപ്പോഴും ഈവനിങ് പോണതായിരിക്കും നല്ലത്. ബിക്കോസ് നല്ല വെയിലായിരിക്കും. പിന്നെ ഇതിൻ്റെയും ഗ്രാൻഡ് പാലസിൻ്റെയും ടിക്കറ്റ് നമ്മളെടുത്തത് ക്ലൂക്കിൽ നിന്നാണ്. ക്ലൂക്കിൽ നിന്നാകുമ്പോൾ നമുക്ക് കുറച്ച് ഓഫറൊക്കെ കിട്ടും. സോ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ പറയുവാണെങ്കിൽ, ഗ്രാൻഡ് പാലസ് അങ്ങനെ മസ്റ്റ് വാച്ച് ആണോ, മസ്റ്റ് വിസിറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അല്ല എന്ന് പറയും. ബിക്കോസ് നമ്മളെ പല സ്ഥലത്തേക്കും എൻട്രി ഇല്ല. ജസ്റ്റ് പുറത്തുനിന്ന് ആ ബിൽഡിങ്സ് കാണാം എന്നുള്ള ഇതേ ഉള്ളൂ. പിന്നെ കണ്ടമാനം നടക്കാനുണ്ട്. ഇപ്പോൾ ഈ രാവിലെയൊക്കെ ഇത്രയും വെയിലത്ത് ഇത്രയും നടന്ന് ഇത് കാണാൻ എനിക്ക് ബേസിക്കലി അങ്ങനെ 1-2 സ്ട്രക്ചേഴ്സ് ബിൽഡിങ്സൊക്കെ കാണാം എന്നല്ലാണ്ട് എല്ലാം ഏറെക്കുറെ ഒരേപോലെയൊക്കെ തന്നെ ഇരിക്കുന്നത്. നമ്മളപ്പോൾ ഇവിടുത്തെ പരിപാടി വേഗം അവസാനിപ്പിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് മോളുകളിലേക്ക് പോകാമെന്ന് വെച്ചു. ലൈക്ക് കുറേ ഷോപ്പിംഗ് അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പോവാണ്. അപ്പോൾ ലേഡീസ്, ദിസ് ഈസ് ഫോർ യു. അതായത് നിങ്ങളിപ്പം ഒരു സ്കിൻ കെയർ അല്ലെങ്കിൽ മേക്കപ്പ് അങ്ങനത്തെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പ്ലാറ്റിനം മോളാണ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക. അവിടെ നമുക്ക് നല്ല പൈസ കുറവിന് ഇഷ്ടംപോലെ നല്ല പ്രൊഡക്ട്സും മേക്കപ്പും സ്കിൻ കെയർ അങ്ങനെ എല്ലാം കിട്ടും. സോ ഞങ്ങൾ പ്ലാറ്റിനം മോളും സെൻട്രൽ വേൾഡ് മോളുമാണ് ഇപ്പോൾ പോകാൻ പോകുന്നത്. ഷോപ്പ് ചെയ്യാനാണെങ്കിൽ പ്ലാറ്റിനം മോളെ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കമ്പാരിറ്റീവ്ലി അഫോർഡബിൾ ആയിട്ടുള്ളൊരു സ്ഥലം എന്ന് തോന്നിയത് പ്ലാറ്റിനം മോളാണ്. സെൻട്രൽ വേൾഡ് മോള് ചുമ്മാ നമുക്ക് ഇങ്ങനെ പോയി കാണാം. എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല കത്തിയാണ്. ഹായ് ഗായ്സ്. അപ്പോൾ ഞങ്ങളൊരു ഡിന്നർ ക്രൂയിസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഐക്കൺ സിഎം മോള്, വാട്ടരുൺ അങ്ങനെ കുറേ സ്ഥലങ്ങൾ കാണാൻ പറ്റും. പിന്നെ നല്ല രസമാണ്, നല്ല വ്യൂ ആയിട്ട് ഫുള്ള് ലൈറ്റിലൊക്കെ നമുക്ക് പോവാം. അപ്പോൾ ഇപ്പം ഞങ്ങൾ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടി റെഡി ആയേക്കുവാണ്. അപ്പോൾ ഇനി ബാക്കി അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. നല്ല അടിപൊളിയായിട്ട് ഡിന്നർ ക്രൂയിസിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുവാണ്. സംഭവം ഞങ്ങൾക്ക് നല്ല പണി കിട്ടി ഗായ്സ്. ഇവിടെ എത്തിയപ്പോൾ ഒടുക്കത്തെ മഴ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ മഴ. ക്രൂയിസൊക്കെ നല്ല അടിപൊളി ക്രൂയിസാണ്. പിന്നെ അവിടുത്തെ ആൾക്കാരൊക്കെ കൂടി ഞങ്ങളെ കുടയൊക്കെ തന്ന് എല്ലാവരെയും കയറ്റി. പിന്നെ ഒരു കാര്യം പറയുവാണെങ്കിൽ ഇവിടുത്തെ സർവീസൊക്കെ നല്ല സൂപ്പറാണ്. ഞങ്ങൾ ആക്ച്വലി അപ്പർ ഡെക്ക്, മുകളിലത്തെ ഒരു ഡെക്ക് കാഴ്ചകളൊക്കെ കണ്ടിരിക്കാനാണ് ബുക്ക് ചെയ്തിരുന്നത്. പക്ഷേ ഈ മഴ കാരണം എല്ലാവരെയും കൂടി ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലൊക്കെ ആയിട്ട് ഇരുത്തി.
പക്ഷെ ഒരു കണക്കിന് പിന്നെ ആലോചിച്ചപ്പോൾ ഞങ്ങൾക്ക് നല്ലതായിട്ടാണ് തോന്നിയത്. എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി ഗ്രാൻഡാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. ഈ ഷോകളും എല്ലാം കാണാൻ പറ്റി. നമ്മളെ ഒരു പോസിറ്റീവ് സൈഡ് ചിന്തിക്കുമ്പോൾ അങ്ങനെയാണ്. പിന്നെ പറഞ്ഞ പോലെ കാഴ്ചകൾ കാണാനൊന്നും കാര്യമായിട്ട് പറ്റിയില്ല. പക്ഷെ നല്ല മഴയായിരുന്നു. പക്ഷേ അതിൻ്റെ ഉള്ളിലെ പ്രോഗ്രാംസും അവരുടെ സർവീസും എല്ലാം സൂപ്പറായിരുന്നു. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ബാങ്കോക്ക് ട്രിപ്പ് പോവുകയാണ്, ഡിന്നർ ക്രൂസ് എന്തായാലും പോകണമെന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസും ഞങ്ങൾ ബുക്ക് ചെയ്ത ലിങ്കും പിന്നെ വേറൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ എല്ലാ ഡിന്നർ ക്രൂസും നല്ലതല്ല, ഭയങ്കര പൊട്ട റിവ്യൂ. പക്ഷെ ഇവർ പുതിയതായിട്ട് തുടങ്ങിയതാണ്, ഇത് സൂപ്പറായിരുന്നു. സോ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ഡാൻസ്, പാട്ട്, ഫുഡാണെങ്കിൽ പല സൈസ് ഫുഡ്, അതും നമ്മൾ റിവ്യൂ കണ്ടപ്പോൾ പലതും പൊട്ട ഫുഡാണ്, ഇത്തിരി കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്, മീൻസ് തായ്ലൻഡ് സ്റ്റൈൽ അങ്ങനത്തെ ഫുഡാണെന്നൊക്കെയാണ് കണ്ടിരുന്നത്. പക്ഷേ ഇവരുടെ ഫുഡും ആക്ച്വലി വളരെ നല്ലതായിരുന്നു. മൊത്തത്തിൽ നല്ലൊരു നൈറ്റാണ് ഇവിടെ സ്പെൻഡ് ചെയ്തത്. മഴ പെയ്തു, കുറച്ച് നേരം ബുദ്ധിമുട്ടി എന്നല്ലാണ്ട് വേറെ ഇഷ്യൂസൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം ബാങ്കോക്കിൽ ഞങ്ങൾ ചെയ്തത്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബായ്.